ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കും വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് നല്ല മുരിങ്ങയില കിട്ടിയ ദിവസമാണ്. നമ്മൾ കുറച്ച് പരിപ്പും കൂടി ചേർത്ത് അടിപൊളി ഒരു തോരനായിട്ട് തയ്യാറാക്കുന്നത്. എങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. നമ്മൾ തോരനാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ തന്നെ പയറൊന്ന് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. അടുപ്പത്ത് വെച്ച് തന്നെ നമ്മൾ വേവിക്കുകയാണ്. കുക്കറിലൊന്നും ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതാകെ വെന്ത് പോകും. അപ്പോൾ ഇതുപോലെ അടുപ്പത്ത് വെച്ച് ഗ്യാസിലൊക്കെ തയ്യാറാക്കുകയാണെങ്കിലും നമ്മൾ നോർമലായിട്ട് കുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇതൊന്ന് വെള്ളം പറ്റിച്ചെടുക്കണം. നമ്മളിപ്പോൾ ചട്ടിയിലേക്ക് ഇതെല്ലാം ഒന്ന് കഴുകി വാരി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്, അത്രയും മാത്രം മതി. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിനി അടുപ്പത്തേക്ക് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഈ പരിപ്പ് നല്ലപോലെ വെള്ളം പറ്റി ഒന്ന് വെന്ത് കിട്ടണം. അതിനായിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം. ഒഴിച്ചു കൊടുത്ത വെള്ളം ഏകദേശം ഒന്ന് പറ്റി വന്നിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി അടിയിൽ വെള്ളമുണ്ട്. അത് പൂർണ്ണമായിട്ട് നമുക്ക് പറ്റി വരണം, എന്നാൽ മാത്രമേ നല്ല തോരനായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇനി കുറച്ചുകൂടി വെള്ളം പറ്റി വരാനുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഗ്യാസിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മളിത് തയ്യാറാക്കി എടുക്കണം. പറ്റി വന്നിട്ടുണ്ട് ഏകദേശം. ഇനി ആ പരിവായി കഴിഞ്ഞാൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പരിപ്പിലേക്ക് മാത്രമായിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഉപ്പ് നമുക്ക് ബാക്കി മുരിങ്ങയില ചേർക്കുന്ന കൂടെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് വെള്ളം ഒന്ന് പറ്റി വരണം. വീണ്ടും ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പ് തയ്യാറാക്കണം. ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 6 ഉള്ളി, എരിവിനനുസരിച്ച് കാന്താരി മുളക്, ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ ചതച്ച് തന്നെ അടച്ചെടുക്കുക. പരിപ്പ് പാകത്തിന് തന്നെ വെള്ളം പറ്റി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് മുരിങ്ങയിലേക്ക് നേരിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. മുരിങ്ങയില തോരൻ വെക്കുന്ന സമയത്ത് കുറച്ച് അരപ്പ് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് അരപ്പ് കൂടുതൽ ചേർത്തിട്ടുള്ളത്. അരപ്പ് ചേർന്നില്ലെങ്കിലും മുരിങ്ങയിലയുടെ ചുവ എടുത്ത് നിൽക്കും. ഇനി മുരിങ്ങയിലേക്ക് പ്രത്യേകം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് മുരിങ്ങയിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം മുരിങ്ങയില ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് കട്ടയായിട്ട് വരുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ അരപ്പ് എല്ലാ ഭാഗത്തും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഇതുപോലെ ഒന്ന് അരപ്പ് തിരുമ്മിയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മുരിങ്ങയില അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമേ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തട്ടിപ്പൊത്തി വെച്ച് കൊടുത്ത് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ മുരിങ്ങയില തോരന് നല്ലൊരു ആവിയൊക്കെ വന്നിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് കുഴഞ്ഞു പോകാതിരിക്കാനാണ് തവിയുടെ പിടി വെച്ച് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് ആവി വന്നാൽ തന്നെ മുരിങ്ങയില വെന്ത് കിട്ടും. ഇനി ഇത് മൂടി വെച്ചൊന്നും വേവിക്കേണ്ട, തീ കുറച്ചിട്ട് പാകത്തിനൊന്ന് ഉണക്കിയെടുത്താൽ മതി. നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പാകത്തിനൊന്ന് നിരത്തി വെച്ച് കൊടുത്ത് പാകത്തിനൊന്ന് തയ്യാറാക്കിയെടുക്കാം. നിരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാകത്തിനൊന്ന് ആവി വന്നിട്ടുണ്ട്. ഇനി കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പത്തുനിന്ന് വാങ്ങിയാൽ മാത്രം മതി. നല്ല ഉച്ചയൂണിന് അടിപൊളി ഒരു തോരനാണ്. മുരിങ്ങയിലയുടെ ടേസ്റ്റ് അല്ല, ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതിന് ഇലക്കറികൾ ഇഷ്ടമല്ലാത്തവർ പോലും ഇതുപോലെയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ എന്തായാലും കഴിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു.
വീണ്ടും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.